ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. സ്വന്തമായി AI മോഡൽ വികസിപ്പിക്കാൻ ഒരുങ്ങി മൈക്രോസോഫ്റ്റ്. ഓപ്പൺ AIയെ മാത്രം ആശ്രയിക്കാതെ പുതുതായി തനത് നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ലക്ഷ്യം. ChatGPTയോടുള്ള അമിത വിധേയത്വം ഒഴിവാക്കുന്നതിനൊപ്പം AI ശേഷിയുടെ വൈവിധ്യവൽക്കരണവുമാണ് പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിലൂടെ മൈക്രോസോഫ്റ്റ് ലക്ഷ്യമിടുന്നത്. മൈക്രോസോഫ്റ്റ് 365 കോ പൈലറ്റിന്റെ ഭാഗമായി ചിലയിടത്ത് MAIയുടെ പരീക്ഷണം നടത്തി തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ മൈക്രോസോഫ്റ്റ് ഓപ്പൺ AIയുമായി ചേർന്നാണ് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. 2019 മുതൽ ഇതുവരെ ഓപ്പൺ AIയിൽ $1375 കോടി നിക്ഷേപമാണ് മൈക്രോസോഫ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇതിനു പുറമെയാണ് സ്വന്തം നിലയിൽ AI പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള തീരുമാനം. വിഷമം പിടിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും മറ്റുമുള്ള AI മോഡലാണ് MAI പദ്ധതിയിലൂടെ വികസിപ്പിക്കുക. AI റീസണിംഗിൽ തുടർച്ചയായ ചിന്തകൾക്കുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫിൻടെക് കമ്പനിയായ ഫോൺപേയിൽ രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുടെ എണ്ണം 60 കോടി കടന്നു. കമ്പനി വിപണിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ 10ാം വാർഷികത്തിലാണ് ഈ നേട്ടം. കമ്പനി IPOയ്ക്ക് തയ്യാറെടുക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഫിൻടെക് സ്ഥാപനമാണ് ഫോൺപേ. ബംഗളൂരു ആസ്ഥാനമായ കമ്പനി IPOയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം. കഴിഞ്ഞ 16 മാസത്തിനുള്ളിൽ ഫോൺപേ 100 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെയാണ് ചേർത്തത്. തങ്ങൾക്ക് 40 ദശലക്ഷത്തിലധികം വ്യാപാരികളുടെ അടിത്തറയുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു. പ്രതിദിനം 33 കോടിയിലധികം ഇടപാടുകൾ കൈകാര്യം ചെയ്തതായും മൊത്ത വാർഷിക പേയ്മെന്റ് മൂല്യം 150 ലക്ഷം കോടി രൂപയിലധികം വരുന്നതായും കമ്പനി അറിയിച്ചു. 2023 നടന്ന അവസാന ഫണ്ടിംഗ് റൗണ്ടിൽ കമ്പനിയുടെ മൂല്യം $12 ബില്യൺ ആയിരുന്നു. 2025 മാർച്ച് വരെ ഫോൺപേക്ക് 60 കോടിയിലധികം രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളും 4 കോടിയിലധികം വ്യാപാരികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകാര്യതാ ശൃംഖലയും ഉണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷം സൈബർ തട്ടിപ്പുകളിലൂടെ രാജ്യത്താകെ നഷ്ടപ്പെട്ടത് 177.05 കോടി രൂപയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ എണ്ണം 10 മടങ്ങായി വർദ്ധിച്ചതായും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞു. 2014-15 വർഷത്തിൽ 18.46 കോടി രൂപയാണ് സൈബർ ക്രിമിനലുകൾ തട്ടിയത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 107.21 കോടി രൂപ നഷ്ടമായി. 1 ലക്ഷം രൂപയിൽ കൂടുതൽ പണം നഷ്ടപ്പെടുന്ന കേസുകളാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ കണക്കുകൾ പറയുന്നു. 2014-ൽ ഇത്തരം കേസുകളുടെ എണ്ണം 815 ആയിരുന്നു. കഴിഞ്ഞ വർഷം 29,082 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാട് വർദ്ധിക്കുന്നതിനോടൊപ്പം ഡിജിറ്റൽ തട്ടിപ്പുകളും വർദ്ധിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. തട്ടിപ്പിന് ഇരയാകുന്നവരെ നിയമപരമായി സഹായിക്കാൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് പ്രത്യേക വെബ് പോർട്ടലുകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലും സേവനം ലഭിക്കും. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ സഞ്ചാർ സാഥി വെബ്സൈറ്റിലും സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും പങ്കജ് ചൗധരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X പണിമുടക്കിയതിനു പിന്നിൽ ഒരു വലിയ സംഘമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ആയിരിക്കാമെന്ന ഇലോൺ മസ്ക്. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും മസ്ക് Xൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ X UK, US, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിൽ പലവട്ടം തടസ്സം നേരിട്ടത്. ലോകമെമ്പാടുമുള്ള 40,000-ത്തിലധികം ഉപയോക്താക്കൾ സേവനത്തിലുണ്ടായ തടസ്സം സംബന്ധിച്ച പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിൽ യുക്രൈനെതിരെ ആരോപണവുമായാണ് മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത്. യുക്രൈനിലെ IP അഡ്രസ്സിൽ നിന്നാണ് ആക്രമണം തുടങ്ങിയതെന്നും മസ്ക് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല. X സിസ്റ്റത്തിന് നേരെ കനത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത്. നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ദിവസവും തങ്ങൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്നുണ്ടെന്ന് X പ്ലാറ്റ്ഫോം തകരാറിലായതിനു പിന്നാലെ മസ്ക് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. ഒരു വലിയ സംഘമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്നും എന്താണെന്ന് കണ്ടെത്തുമെന്നും മസ്ക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഫീച്ചർ ഫോണുകളുടെ ആവശ്യവും വിൽപ്പനയും കുറയുന്നുവെന്ന് റിപ്പോർട്ട്. 4G, 5G സേവനങ്ങൾ വ്യാപിക്കുകയും 2G മൊബൈൽ നെറ്റ്വർക്കുകൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതോടെയാണ് ഫീച്ചർ ഫോണുകൾക്ക് മാർക്കറ്റ് ഇല്ലാതെയായത്.
അടുത്ത 2 വർഷം കൊണ്ട് ഫീച്ചർ ഫോൺ ഉപയോഗത്തിൽ രാജ്യത്ത് ഗണ്യമായ കുറവുണ്ടാവുമെന്ന് അനലറ്റിക്സ് കമ്പനിയായ സൈബർ മീഡിയ റിസർച്ച് വിലയിരുത്തി. സ്മാർട്ട് ഫോണുകളുടെ വില കുറഞ്ഞു വരുന്നതും ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിക്കുന്നതും ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ സർക്കാരും ടെലികോം കമ്പനികളും സ്വീകരിക്കുന്ന നടപടികളും എല്ലാം ഇതിനു കാരണമാകുന്നുണ്ട്. റിലയൻസ് ജിയോയുടെ 1000 രൂപ വിലയുള്ള 4G ഫീച്ചർ ഫോണിന്റെ വരവോടെ ഇവയുടെ വിൽപ്പന ഉയർന്നിരുന്നു. എന്നാൽ 2024-ൽ റിലയൻസ് ഫോണുകളുടെ വിൽപ്പനയും കുറഞ്ഞു. നിലവിൽ 10,000 രൂപയിൽ താഴെ വിപണിയിൽ 5G സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ്. കൂടുതൽ പേർ ഇത്തരം ഫോണുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. സൈബർ മീഡിയ റിസർച്ചിന്റെ ഡിസംബറിലെ റിപ്പോർട്ട് പ്രകാരം 2G ഫീച്ചർ ഫോൺ വിപണനത്തിൽ 22% വരെ കുറവ് വന്നിട്ടുണ്ട്. 4G സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള ഫീച്ചർ ഫോണുകളുടെ വിഭാഗത്തിൽ ഇടിവ് 59% വരെയാണ്. ഫീച്ചർ ഫോൺ ഉൽപ്പാദകരായ ഐറ്റൽ, ലാവ, HMD, കാർബൺ എന്നിവയെല്ലാം വിൽപ്പനയിൽ കുറവുണ്ടായി. 2Gയിൽ നിന്നുള്ള വരുമാനം വളരെ കുറഞ്ഞതായി എയർടെൽ ഒക്ടോബർ-ഡിസംബർ പാദത്തിലെ പ്രവർത്തന ഫലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം, മുംബൈ, ഡൽഹി പോലുള്ള വിപണികളിൽ ഇത് 2 അക്കത്തിൽ താഴെയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.